ഗോള് അച്ചീവ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഗോള് റിട്ടേൺ അല്ല, എഴുതുക എന്നുള്ളതാണ്, എഴുതി വെക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ? ആ ലോങ് ടേം ഗോളിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇത്ര മാസത്തിനുള്ളിൽ, അതൊരു ഡെഡ് ലൈൻ വെച്ചിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന് ചെയ്താൽ മാത്രമേ ഇത്ര അച്ചീവ്മെൻറ്റിൽ എത്തും. മാത്രമല്ല ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗോൾ നേടിയാൽ ഞാൻ ഏത് പൊസിഷനിലാണ് എന്നുള്ളതിനെ കൃത്യമായിട്ട് എനിക്ക് വിഷ്വലൈസ് ചെയ്താൽ മാത്രമാണ് ഓരോ സമയത്തും അതിനെ ഷോർട്ട് ടേമിലേക്ക് നമ്മൾ ഗോൾ സ്പ്ലിറ്റ് ചെയ്യൂലേ, ആ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഗോളിനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിലാണ് നമുക്ക് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവുക. മറിച്ച് നമ്മളാകെ നമ്മുടെ മനസ്സിൽ കാണുന്ന ഒരു വലിയൊരു ഗോൾ ഉണ്ടാവും. അപ്പോൾ ഒരാഴ്ച നമ്മൾ ചെയ്യുന്നുണ്ടാവും, ഒരിക്കലും ഈ ഒരാഴ്ചയുടെ പ്രവർത്തനം കൊണ്ട് ആ വലിയ ഗോൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. മറിച്ച് ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന ആ ഷോർട്ട് ടേം ഗോളിലേക്കില്ലേ, അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടിയും ഓരോന്നും നമ്മൾ ആ ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടെ ചെയ്യാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ചെയ്താൽ നമ്മൾ അതിൽ സംതൃപ്തിയാവാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് അത് തുടർന്നു കൊണ്ടുപോകാൻ പറ്റൂ. മറിച്ച് നീട്ടി കൊണ്ടുപോകുമ്പോൾ ഇത് സ്റ്റോപ്പായി പോവുകയാണ് ചെയ്യുക.